ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ ആരാധകരൊക്കെ അത്യാവേശത്തിലാണ്. കേരളത്തിലെ ഓരോ കവലകളും വീടുകളും ഇന്ന് അർദ്ധരാത്രിയോടെ ഒരു പന്തിലേക്ക് ഇങ്ങനെ ചുരുങ്ങുകയാണ്. അങ്ങനെ ആവേശ പോരാട്ടം കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. ഒരു 12:30 ആയിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ആവേശം അതിൻ്റെ അങ്ങേയറ്റത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഇടുക്കിയിലേക്കും കൊച്ചിയിലേക്കും ഒക്കെ ഒന്ന് പോകാം. ആദ്യം ഇടുക്കിയിലേക്കാണ്. ജെയിനസ് രാജുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജെയിൻ, ഗുഡ് മോർണിംഗ്. കുറെ കുട്ടി ടീമിനെയൊക്കെ അടുത്ത് നിൽപ്പുണ്ടല്ലേ? എല്ലാവരും ഓരോ ടീമിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരായിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു ആവേശത്തിലേക്ക് എടുക്കുമ്പോൾ ആ കുട്ടിപ്പട്ടാളത്തിനൊക്കെ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പൂജ, ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ സോക്കർ സ്കൂളിലാണ്. ഇവിടുത്തെ കായിക താരങ്ങളാണ്. ഇവരെ ഫുട്ബോൾ പരിശീലിക്കുന്ന കുട്ടികളാണ്. ഇവർക്ക് പക്ഷേ ഓരോ ആളുകൾക്കും ഓരോ താല്പര്യങ്ങളുണ്ടാകും. എന്താണ്, ഏത് ടീമാണ്? സ്പെയിൻ. സ്പെയിൻ ജയിക്കോ? പക്ഷെ അർജന്റീനക്കാരാണല്ലോ കൂടുതലുള്ളത് ഇവിടെ, അല്ലേ? മെസ്സി ഇന്ന് ഗോൾ അടിക്കും വേണ്ടു? അടിക്കും. അർജന്റീന പക്ഷേ ഇത്തവണ സ്പെയിൻ പൂട്ടുമെന്നാ തോന്നുന്നു. ഫ്രാൻസിനെ പൂട്ടില്ല. ഇവരെ പരിശീലിപ്പിക്കുന്ന സലീംകുട്ടിയുണ്ട്. സലീംകുട്ടി സന്തോഷ് ട്രോഫി താരം കൂടിയാണ്. ഇത്തവണ കളി ആധികാരികമായി വിലയിരുത്താൻ കഴിയുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഫൈനൽ മത്സരം? ഞാൻ ബ്രസീൽ ആരാധകനാണ്. പക്ഷേ അർജന്റീന ജയിക്കാനാണ് അർജന്റീനയ്ക്ക് ചാൻസ്. കാരണം മെസ്സിയെ പോലുള്ളൊരു താരം ഇനി ലോകത്തുണ്ടാകാനില്ല, ഉണ്ടായിട്ടുമില്ല. അത്ര ടാലൻ്റ് ആയിട്ടുള്ളൊരു താരമൊക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അർജന്റീനയ്ക്ക് ചാൻസ്. ടീം നല്ലൊരു സ്പെയിനുമാണ്. പക്ഷേ അർജന്റീനയ്ക്ക് ഈ വ്യക്തിഗത മികവ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർജന്റീനയ്ക്ക് ജയസാധ്യത കൂടുതൽ. ബ്രസീൽ ആരാധകനാണെങ്കിലും അർജന്റീന ജയിക്കുമെന്ന്. അതിൻ്റെ കാരണം ബ്രസീലിനോട് കളിശൈലിയോടെ എനിക്ക് താല്പര്യം. ചെറുപ്പം മുതൽ പ്ലെയർ എന്ന നിലയിൽ മെസ്സിയോടെ താല്പര്യം. തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ്. ഇവിടെ തൊടുപുഴയിൽ തന്നെ വലിയ സ്ക്രീനുകൾ ഒരുക്കി എല്ലാവരും കളി കാണാനായി കാത്തിരിക്കുകയാണ്. മങ്ങാട്ടുകവലയിൽ വലിയ സ്ക്രീൻ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊടുപുഴ MLA തന്നെ ഫുട്ബോൾ മത്സരം ലൈവായി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ആവേശത്തിലാണ് പൂജ തൊടുപുഴയിൽ. ശരിക്കും ജെയിൻ, ഈ കുട്ടികൾക്കൊക്കെ ഇടയിൽ പെട്ടുപോയാൽ പോയതാണല്ലേ? നമ്മൾ ഈ മുതിർന്നവർ തമ്മിലുള്ള ഈ ഒരു പല ടീമുകളായിട്ടുള്ള തർക്കമൊക്കെ കാണുന്നെങ്കിൽ ഈ കുട്ടികൾക്കിടയിലുള്ള ഒരു ആവേശം അതിനൊരു പ്രത്യേകത തന്നെയുണ്ട്. അത് തന്നെയാണല്ലോ ഇപ്പോൾ അവരുടെ അടുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. അത് തന്നെയല്ലേ അവിടെ? അതെ, തീർച്ചയായിട്ടും ഇവരൊക്കെ ഓരോ ടീമിൻ്റെ ആരാധകരാണ്. നമുക്ക് ചോദിക്കാം, എന്താണ് ഇത്തവണ അർജന്റീന ജയിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്? തോക്കും, സ്പെയിനെ ജയിക്കത്തുള്ളൂ. എന്താണ്? അർജന്റീന തോക്കും. നിങ്ങൾ ബ്രസീൽ ആരാധകനാണ്? അല്ല, പോർച്ചുഗൽ. എല്ലാ ടീമുകളിലെ ആരാധകരും ഇപ്പം സ്പെയിനോട് ചേർന്നിരിക്കും അല്ലേ? പുറത്തുപോയ ടീമിന്റെ അർജന്റീന കപ്പ് തൂക്കിയിരിക്കും. അത് ഉറപ്പാ, 100% ഉറപ്പാ. പെൺകുട്ടികൾ കൂടിയുണ്ട്. അർജന്റീനിയൻ ആരാധികയാണ്. അതെ, അർജന്റീന ആരാധികയാണ്. ഇപ്രാവശ്യം അർജന്റീന ജയിക്കുള്ളൂ, ഉറപ്പാ. സ്പെയിൻ അർജന്റീന ജയിക്കുള്ളൂ. സ്പെയിനാ തോക്കുക. സ്പെയിനോ തോക്കുക? തൂക്കുകയാണ്. സ്പെയിൻ ജയിക്കും. അർജന്റീന ജയിക്കും, ഉറപ്പാണ്. ഉറപ്പാ. പക്ഷെ മെസ്സി തവണ പൂട്ടുമെന്നാണ്. ഇല്ല, മെസ്സിയാണ് മെയിന്. മെസ്സി ജയിക്കും. ഇല്ല, സ്പെയിൻ ജയിക്കും. മെസ്സി ജയിക്കില്ല അങ്ങനല്ല, പക്ഷെ സ്പെയിൻ ആയിരിക്കും ജയിക്കുന്നത്. ഇപ്പൊ കളി കാണുന്നവർക്കെല്ലാം മനസ്സിലേക്ക് കാണും അർജന്റീന കളിക്കുന്നത് എങ്ങനെ. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് പൊതുവെ ഫൗള അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കളി കണ്ടിട്ട് തന്നെയാണ്. അർജന്റീനയുടെയാ. അതുകൊണ്ട് ഈ കളി ചിലപ്പോ ഈ കളി അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. സ്പെയിൻ ജയിക്കും. എന്താണ്, സ്പെയിൻ ജയിക്കും. അർജന്റീന ജയിക്കും. പക്ഷെ അർജന്റീന ലാസ്റ്റ് ഒരു 15 മിനിറ്റ് കളിക്കുന്നുള്ളൂ. അവസാനം ഒരു ഗോളൊക്കെ വന്നതിന് ശേഷം കളിക്കുന്നു. ഇല്ല, പക്ഷെ അർജന്റീന ജയിക്കും. എന്താന്നാലും അർജന്റീന ജയിക്കും, ഉറപ്പ്. ഓക്കെ ജയൻ, ഒന്നും കൂടി ഒരു പ്രഷർ കൊടുത്താൽ എനിക്ക് തന്നെ പേടിയാവും. ചിലപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ രസമല്ലേ ഈ ഒരു സമയത്ത് ഒരു വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത്? അത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ സമയത്തും ഇങ്ങനെ
ഇഷ്ടങ്ങളാണ്. അപ്പോൾ ആ കുട്ടിക്കൂട്ടങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഓരോരുത്തരും അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ഇനി ഇടുക്കിയിൽ നിന്നും നമ്മൾ കൊച്ചിയിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്യാമപ്രസാദ് ഉത്തമനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശ്യാമ രാവിലെ കുറെ സംസാരിച്ചിരുന്നു, പക്ഷേ ഓരോ ഇടങ്ങളിൽ ചെന്ന് നോക്കിയാലും ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ പറയാനുണ്ടാകും, പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകും. എങ്ങനെയായിരിക്കും ഇനി ഗെയിം പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചയൊക്കെ പോവുകയായിരിക്കും, തർക്കങ്ങളുണ്ടാകും. എങ്ങനെയാണ് ഇപ്പോൾ എവിടെയാണുള്ളത്? പുതിയ ആവേശം എങ്ങനെ? പൂജ, ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിലെ സാന്റാക്ലോസ് ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ടീമുണ്ട്, റിയൽ ഫുട്ബോളേഴ്സ്. അപ്പോൾ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാനിവിടെ വരുമ്പോൾ അവർ ഒരു കളിയിലായിരുന്നു. നമുക്ക് ഇപ്പൊ ആ ഗെയിമിന്റെ ഇപ്പൊ നില എങ്ങനെയാണ് നിങ്ങളുടെ കളിയിൽ? 4-2. 4-4 രണ്ട് അപ്പുറത്താണ്. എങ്ങനെ നമ്മൾ തിരിച്ചു പിടിക്കും? അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോ സ്പെയിനിന്റെ ഫാൻ ആണെങ്കിലും ഉണ്ടോ? പോർച്ചുഗൽ ഫാൻസ് ആയിരുന്നു, പോർച്ചുഗൽ ബ്രസീൽ ഫാൻസ് ആയിരുന്നു. ഇപ്പൊ സ്പെയിനിലേക്ക് മാറിയിട്ടുണ്ട്. സ്പെയിനിലേക്ക് മാറി. ഞങ്ങളിങ്ങനെ 4-5 പേര് കളി എങ്ങനെയായിരിക്കും? കളിയൊക്കെ നല്ല രീതിയിൽ നടക്കുമ്പോ അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ കാണും. സ്പെയിനിന്റെ ഒരു ടിക്കി ടാക്കയിൽ നിന്നൊക്കെ മാറി ഒരു വേഗതയേറിയ ഒരു കളിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അർജന്റീനയെ വലിയ പ്രതിരോധത്തിലാക്കുമോ? ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഈ പെട്ടെന്നുള്ള കൗണ്ടറാണ്. അർജന്റീനക്ക് ഫുള്ളും ഓൾ അറ്റാക്ക് കൗണ്ടറിംഗ് ആണ് ഫുൾ ടൈം ഉള്ളത്. അർജന്റീനക്ക് ഓൾ ടൈം കൗണ്ടറും അറ്റാക്കും മാത്രം അർജന്റീന ചെയ്യണം. അപ്പൊ ഇവരുടെ ഡിഫൻസ് ആയില്ലെങ്കിൽ കളിക്കുമ്പോൾ അർജന്റീനക്ക് സുഖമായിട്ട് അവരുടെ പോസ്റ്റിലേക്ക് കയറാൻ പറ്റും. പൊതുവെ കളി എങ്ങനെയുണ്ട്? പിന്നെ സ്പെയിനും അതേപോലെ നല്ല കളിയാണ് കഴിച്ചു. മോശമാക്കാൻ പാടില്ല, ഇവരെ മോശമാക്കാൻ പാടില്ല. അർജന്റീന കപ്പെടുക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കളിന്ന് രണ്ട് ടീമും അത്യാവശ്യം നല്ല ടീമുകളാണ്. എന്ന് വെച്ചാല് സ്പെയിനിന് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അർജന്റീനക്ക് അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സും ഉണ്ട്, ഫോർവേഡ്സും ഉണ്ട്, ഡിഫൻസും ഉണ്ട്. പക്ഷേ സ്പെയിനിന്റെ കളി മിഡ്ഫീൽഡിൽ ബ്ലോക്ക് ചെയ്താൽ അർജന്റീനക്ക് വിൻ ചെയ്യാം. അർജന്റീന ഫുൾ ത്രൂ ഔട്ട് അറ്റാക്കാണ്. സ്പെയിനും അതേപോലെ കൗണ്ടർ അറ്റാക്കിന്റെ ടീമാണ്. യാമിൽ അമലൊക്കെ നല്ല കളിക്കാരനാണ്. അപ്പൊ അതേപോലെ അറ്റാക്ക് തിരിച്ചും കിട്ടും, സ്പെയിന് തിരിച്ച് അർജന്റീനയുടെ അറ്റാക്കും കിട്ടും. സ്പെയിൻ കൊണ്ടുപോകും. കപ്പ് സ്പെയിൻ കൊണ്ടുപോകും. അർജന്റീനയാണ് ആ കപ്പ് കൊണ്ടുപോകണമെങ്കിൽ ഇവര് പറയും അർജന്റീന ബെസ്റ്റ് എന്ന് പറയും. കാരണം സ്പെയിൻ തോറ്റി. ഇവര് അവസരത്തിനനുസരിച്ച് മാറുന്ന ആൾക്കാരാണ്. പോർച്ചുഗൽ ബ്രസീലിലേക്കായി, അത് കഴിഞ്ഞപ്പോ ഈജിപ്റ്റായി, അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡ്. ഇവരൊക്കെ നല്ല ടീമായിരുന്നു. ഇംഗ്ലണ്ടായി. പിന്നെ അവർ അത്ര നേരം പറഞ്ഞു നിങ്ങൾ ചെറിയ ടീമിനായിട്ട് കളിച്ച വലിയ ടീമായിട്ട് കളിച്ചു. വലിയ ടീമിനായിട്ട് ഇതുപോലെ കംബാക്ക് വന്നിട്ട് അപ്പൊ അതും ചെറിയ ടീമാണ്. അർജന്റീന തോക്കും 3-2. ഇപ്പൊ ഗോൾഡൻ ബൂട്ട് ഇപ്പൊ എംബാപ്പയുടെ അടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ മെസ്സി കാരണം 39-ാം വയസ്സിൽ ആ മനുഷ്യൻ ഇങ്ങനെ കളിക്കണെങ്കിൽ ആ മനുഷ്യനെ റേഞ്ച് ഒന്നും ആലോചിച്ചാൽ മതി. മെസ്സി പിന്നെ ഗോൾ അടിക്കാൻ മാത്രമല്ല, ഇടയിൽ അദ്ദേഹം ഇപ്പോഴും എന്താണ് ആദ്യം തന്നെ അങ്ങനെ ലീഡ് ഉയർത്തി, എന്നിട്ടാണ് പിന്നോക്കം വന്നത്. ഇപ്പൊ ഈ വന്നത് ലൂസേഴ്സ് ഫൈനലാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അർജന്റീനക്ക് വലിയ കടുത്ത എതിരാളികളുണ്ട്. പുറത്തായി പ്രാവശ്യം അർജന്റീനൻ ഫ്രാൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഫ്രാൻസുകളും എല്ലാരും കൂടി അർജന്റീനക്കെതിരെ. കാരണം എന്ന് വെച്ചാല് അർജന്റീന ഇത്ര വിരോധം എന്താ? അവർക്ക് കിട്ടിയില്ല, അവർക്ക് എന്നാലും കിട്ടൂല. അപ്പൊ അർജന്റീനക്കും കൊടുക്കരുത്. അർജന്റീന കപ്പ് നോക്കിയാലും പിന്നെ ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരായി പറയും. 2 കപ്പ് വേൾഡ് കപ്പ്, പിന്നെ മറ്റേ ബാലൻഡോർ, ഇതെല്ലാം മെസ്സിക്കല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് പണിയാവുമല്ലോ. 30 ഉറപ്പില്ല കപ്പ് കൊണ്ടുപോകുന്നു. അർജന്റീനക്ക് ഒട്ടും ഉറപ്പില്ല കപ്പ് കൊണ്ടുപോകാൻ പറ്റും. സ്പെയിനിന്റെ ആൾക്കാരാകും ലാസ്റ്റ്. കണ്ടോ ഇതെല്ലാം പ്ലെയർ ഗോളിയായിട്ട് വേൾഡ് കപ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല 2 കംബാക്ക് നടത്തിയത്. അത് ഏതൊക്കെ ടീമിലായിട്ട് ഞാൻ കണ്ടതിൽ വെച്ചൊരു മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. എന്തായാലും അർജന്റീന കപ്പടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ആര് തോറ്റാലും ആ സുന്ദരമായ രീതിയിൽ മനോഹരമായ ഒരു ഫുട്ബോൾ അതാണ് ആഗ്രഹിച്ചത്. അത്തരത്തിലൊരു മത്സരമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായും.